ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ ജീവൻ രക്ഷാപ്രവർത്തനത്തെ പ്രകീർത്തിക്കുമ്പോൾ നിയമം കയ്യിലെടുക്കുകയാണ് SFI DYFI പ്രവർത്തകർ. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത് പ്രവർത്തകർ പ്രതിയെ മോചിപ്പിച്ചു. ITI തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് കയ്യാങ്കളിക്ക് കാരണമായത്. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചതിന് പിന്നാലെയായിരുന്നു സംഭവം. വിജയാഹ്ലാദ പ്രകടനം നടത്തിയ പ്രവർത്തകർ മടങ്ങുന്നതിനിടെയാണ് പോലീസ് ജീപ്പിന്റെ മുൻവശത്തെ കണ്ണാടി അടിച്ചു തകർത്തത്. പിന്നീട് പ്രതിയെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ITIക്ക് മുന്നിലെ കൊടിതോരണങ്ങൾ പോലീസ് അഴിപ്പിച്ചിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണമെന്ന് കരുതുന്നു. പോലീസുകാർ ജീപ്പിലിരിക്കെയാണ് പ്രവർത്തകർ ജീപ്പിന് മുകളിൽ വരെ കയറി അക്രമം അഴിച്ചുവിട്ടത്. പിന്നാലെ ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാരെ ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ചാലക്കുടിയിലെ DYFI നേതാവ് നിധിൻ പുല്ലന്റെ നേതൃത്വത്തിലാണ് ജീപ്പിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തത്. സംഭവത്തിന് ശേഷം നിധിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ എത്തിയപ്പോൾ CPM പ്രവർത്തകർ ചേർന്ന് തടഞ്ഞു. എന്നാൽ പോലീസുകാർ വിട്ടില്ല. ബലം പ്രയോഗിച്ച് നിധിൻ പുല്ലനെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് നിധിൻ ചാടിപ്പോയി. News 18 തൃശൂർ.